ഇന്ന് രാവിലെ അത്യന്തം സന്തോഷകരമായ വാർത്തയാണ് പറയാനുള്ളത്. സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ അത് ആപേക്ഷികമാണ്. നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഇതൊരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും, അല്ലാത്തവർക്ക് ഒരു ദുഃഖവാർത്തയും. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ കനത്ത തിരിച്ചടി. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തിനും അവർ സംരക്ഷിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കും നേരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം. പാക് സൈന്യം വളർത്തിയ ഡെത്ത് സ്ക്വാഡുകളെ ബലൂച്ച് വിമതർ അരിഞ്ഞു തള്ളുകയാണ്. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന അതേ ഭീകരരെ ഒടുവിൽ സ്വന്തം ജനതയ്ക്കെതിരെയും തിരിച്ചുവിട്ടു പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ആ ഒരു കുടിലതന്ത്രമാണ് ഇവിടെ 16 കഷ്ണങ്ങളായിട്ട് പാളിപ്പോയത്. ബലൂചിസ്ഥാനിലെ സ്വതന്ത്ര പോരാളികൾ പാകിസ്ഥാൻ സൈന്യത്തിന് നൽകുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രഹരമാണ്. പാക് സൈന്യവുമായി നടന്ന കനത്ത ഏറ്റുമുട്ടലിൽ ബലൂച്ച് ലിബറേഷൻ ആർമി വൻ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാനിൽ വരുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കൊല്ലപ്പെട്ടത് സൈനികർ മാത്രമല്ല. ബലൂചിസ്ഥാനിലെ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പാക് സൈന്യം രഹസ്യമായി വിന്യസിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും ഭീകരരെയും വിമതർ വകവരുത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 31 സിവിലിയന്മാരും 17 സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ്. എന്നാൽ ഇവിടെയാണ് പാകിസ്ഥാന്റെ കള്ളക്കളി പുറത്താകുന്നത്. കൊല്ലപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഈ സാധാരണക്കാർ യഥാർത്ഥത്തിൽ പാക് സൈന്യം സ്പോൺസർ ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഡെത്ത് സ്ക്വാഡ് അംഗങ്ങളാണ്. ബലൂച്ച് ജനതയെ കൊന്നൊടുക്കാൻ അയച്ച ഭീകരരെയാണ് സിവിലിയന്മാർ എന്ന വ്യാജേന പാകിസ്ഥാൻ കണക്കുകളിൽ ഉൾപ്പെടുത്തുന്നത്. കാര്യങ്ങൾ പാകിസ്ഥാന്റെ കൈവിട്ടു പോയിരിക്കുന്നു എന്നത് അവരുടെ സൈനിക വിദഗ്ധർ തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിൽ. പ്രശസ്ത പാക് സൈനിക നിരീക്ഷകയായ ആയിഷ സിദ്ദിഖയുടെ വാക്കുകൾ ഇതിന് അടിവരയിടുന്നു. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം ഭയന്നോടുകയാണ്. കന്റോൺമെന്റുകൾക്ക് പുറത്തിറങ്ങാൻ പോലും സൈനികർക്ക് ധൈര്യമില്ല. നിന്നോടൊക്കെ ദൈവം ചോദിക്കുമടാ എന്ന് പറഞ്ഞ് ഉള്ളിൽ കയറിയിരിക്കാൻ മാത്രമേ പാക് സൈന്യത്തിന് കഴിയുന്നുള്ളൂ. ഇതുപോലെ ഒരു സൈന്യത്തിനെയാണ് ഇന്ത്യൻ സൈന്യത്തിനോട് മുട്ടാൻ വരുന്നത് ഓർക്കണം. അതാണ് ഇതിന്റെ ഒരു വിരോധാഭാസം. പുറത്തിറങ്ങിയാൽ ബലൂച്ച് ജനത അവരെ വെറുതെ വിടില്ല എന്ന അവസ്ഥയാണ് ഈ പാക് സൈനികരെ. അതുകൊണ്ട് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാക് സൈന്യത്തെ കാണുന്നത് അധിനിവേശ ശക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ സൈനിക ക്യാമ്പുകൾക്ക് പുറത്ത് പാക് പട്ടാളക്കാരെ കാത്തിരിക്കുന്നത് മരണമാണ്. ഈ ഭയം കാരണമാണ് ജനങ്ങളെ നേരിടാൻ സൈന്യം ഇപ്പോൾ ഭീകരവാദികളെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അതേ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മുന്നേറ്റത്തെ തടയാൻ സ്വന്തം സൈന്യത്തിന് ശേഷിയില്ലാതെ വന്നതോടെയാണ് പാകിസ്ഥാൻ ഭീകരർക്ക് പണവും ആയുധവും നൽകി ഇറക്കിയിരിക്കുന്നത്. സാധാരണ വേഷത്തിൽ ജനങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി വിമതരെ ഒറ്റിക്കൊടുക്കാനും ആക്രമിക്കുവാനുമാണ് ഈ ഭീകരർക്ക് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ബലൂച്ചിന്റെ മണ്ണിൽ ഈ കൊടും ക്രൂരത അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബലൂച്ച് വിമതർ. ഭീകരരെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന സൈന്യത്തെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ബലൂച്ച് പോരാളികൾ, അല്ലെങ്കിൽ ബലൂച്ച് ജനത തന്നെ. പാകിസ്ഥാൻ വിതച്ച വിന ഇപ്പോൾ അവർ തന്നെ കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഒരു പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. ഭീകരവാദികളെ ഉപയോഗിച്ച് ഒരു ജനതയുടെ സ്വാതന്ത്ര്യ മോഹത്തെ തകർക്കാമെന്ന പാക് സൈന്യത്തിന്റെ വ്യാമോഹത്തിനാണ് ഇവിടെ തിരിച്ചടി ലഭിക്കുന്നത്. സ്വന്തം ജനതയ്ക്കെതിരെ ഭീകരരെ ഉപയോഗിക്കുന്ന ഏകരാഷ്ട്രമായ പാകിസ്ഥാന്റെ തനിനിറം ഒരിക്കൽ കൂടി ലോകത്തിന് മുൻപിൽ വെളിപ്പെടുകയാണ്. വാർത്തകൾ തുടരുന്നു. കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.